ഹലോ, എല്ലാ സ്റ്റുഡൻസിനും സ്റ്റഡി ആൻഡ് ലേൺ വിത്ത് മീയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബയോളജി മോഡൽ എക്സാം കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും ബയോളജി എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും എക്സാം കഴിഞ്ഞു. ഇനിയും നമുക്ക് SSLC എക്സാമിന് ഒരുങ്ങാൻ വേണ്ടി ദിവസമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും നന്നായി പഠിച്ച് ഒരുങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല മാർക്ക് അഥവാ A+ തന്നെ ബയോളജിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ മുൻപിലുള്ള സമയം കളയാതെ കൃത്യമായ ടൈം ടേബിളോട് കൂടിയുള്ള ചിട്ടയായ പഠനം നമ്മളെ നല്ല വിജയത്തിലേക്ക് എത്തിക്കും. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ SSLC ബയോളജി മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. So first question, identify the word pair relation and fill in the blanks. Female silkworm moth is to bombicol ആണെങ്കിൽ civet cat is to ഡാഷ്. അതിൻ്റെ ആൻസർ എന്താണ്? സിവറ്റോൺ. നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഇത് ഫെറമോൺസിൻ്റെ പോർഷനിൽ വരുന്നതാണ്. സിവറ്റ് ക്യാറ്റിൻ്റെത് സിവറ്റോൺ ആണെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പോർഷൻ ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്ത പോർഷനിൽ ഏതിലെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ അതിലെ എ ഓപ്ഷൻ, ദ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസപ്റ്റേഴ്സ് is called retina. അടുത്ത ഓപ്ഷൻ ബി, യെല്ലോ സ്പോട്ട് ഇസ് ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഹാവിങ് നോ വിഷൻ. സി ഓപ്ഷൻ, ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ് ഇസ് കോൾഡ് പ്യൂപ്പിൾ. അപ്പോൾ ഇവിടെ ബി ഓപ്ഷനിലെ യെല്ലോ സ്പോട്ടാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ അണ്ടർലൈൻഡ് പോർഷൻ. അവിടെ യെല്ലോ സ്പോട്ടിന് പകരം ബ്ലൈൻഡ് സ്പോട്ട് ഇസ് ദ പാർട്ട് ഓഫ് ദി റെറ്റിന ഹാവിങ് നോ വിഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഐയിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെർവ് ഏതാണെന്ന് കണ്ടെത്താനാണ് തേർഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ സെൻസറി നെർവ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതൊരു ന്യൂക്ലിയോടൈഡിനെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ എ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഫോസ്ഫേറ്റിനെ. ബി റെപ്രസെൻറ്റ്സ് ദി ഷുഗർ മോളിക്യൂൾ. സോ എ ഇസ് phosphate and B is the sugar molecule. Fifth question, there is a hint given on a theory of evolution in the question paper. Chemical substances in sea water led to the formation of life. Identify the theory. അപ്പോൾ നമ്മൾ ഇതും പഠിച്ചതാണ്. കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് ഇതിൻ്റെ ആൻസർ. കെമിക്കൽ എവല്യൂഷൻ തിയറിയിലാണ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ സീ വാട്ടറിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ലൈഫ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ദ ആൻസർ ഈസ് കെമിക്കൽ എവല്യൂഷൻ തിയറി. Sixth question, which of the following enzyme is called the genetic scissor? ഇതിൻ്റെ ആൻസർ റെസ്ട്രിക്ഷൻ endonuclease. Seventh question, name the plant hormone which controls the ripening of leaves and fruits. The answer is ethylene. Eighth question, which among the following is the correct pair related to malaria? ഇതിൻ്റെ കറക്റ്റ് ആൻസർ പ്ലാസ്മോഡിയം അനോഫിലസ് മോസ്കിറ്റോ. Ninth question, name the protein present in the epidermis of the skin that prevents the entry of germs. Keratin. 10th question, which among the following is a protein that made through genetic engineering and is used for the treatment of viral disease? ഇതിൻ്റെ ആൻസർ interferons. So now we have discussed the first 10 questions. Let us move on to the questions from 11 to 22, which is of 2 marks. Question number 11. Symptoms of a disease are given below. Loss of memory, inability to recognize friends and relatives. ഇവിടെ ഒരു രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് അത് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദ ഡിസീസ്. ഡിസീസ് ഏതാണ്? അൾഷിമേഴ്സ് ഡിസീസാണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഡിസീസ്? Accumulation of an insoluble protein in the neural tissues of the brain and the neurons get destroyed.
Question number 12. Observe the figure and answer the questions. അതിൽ ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദ സെൽസ് എ ആൻഡ് ബി. ഇവിടെ സെൽ എ എന്ന് പറയുന്നത് റോഡ് സെൽസും ബി എന്നത് കോൺ സെൽസും ആണ്. ക്വസ്റ്റ്യൻ ബി, നെയിം ദ വിഷ്വൽ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദം. അതിൽ റോഡ് സെൽസിലുള്ള പിഗ്മെൻറ്റ് റോഡോപ്സിനും കോൺ സെൽസിലുള്ളത് ഫോട്ടോപ്സിൻ ഓർ അയഡോപ്സിൻ. Question number 13. Draw a nucleotide seen only in the DNA using the components given below. അപ്പോൾ താഴെ കുറച്ച് കമ്പോണൻസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് DNA-യിൽ മാത്രം കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രം വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം DNA-യിലെ നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-യുടെ കേസിലാവുമ്പോൾ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോൾ DNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ഏതാണ്? ഇതിൽ നിന്ന് തൈമിനാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ന്യൂക്ലിയോടൈഡ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ കമ്പോണൻസ് വേണം? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ വേണം, ഷുഗർ മോളിക്യൂൾ. അപ്പോൾ DNA ആയതുകൊണ്ട് ഡിയോക്സി റൈബോസ് ആണ് DNA-യിലെ ഷുഗർ മോളിക്യൂള്. പിന്നെ നൈട്രജൻ ബേസ് വേണം. അപ്പോൾ DNA-യിൽ മാത്രം കാണുന്നതായതുകൊണ്ട് തൈമിനാണ് നമ്മളിവിടെ നൈട്രജൻ ബേസായിട്ട് വരയ്ക്കേണ്ടത്. സോ ഇതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഫോസ്ഫേറ്റ്, തൈമിൻ നൈട്രജൻ ബേസും ഡിയോക്സി റൈബോസ് ഷുഗറും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ന്യൂക്ലിയോടൈഡ് വരയ്ക്കാനായിട്ട്. Question number 14. Read the newspaper report and answer the questions. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് നമ്മളോട് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. The killer was identified by scientific testing of the blood stain obtained from the crime scene. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ സയൻറ്റിഫിക് ടെസ്റ്റ് മെൻഷൻഡ് ഇൻ ദിസ് ന്യൂസ്? അതിൻ്റെ ആൻസർ എന്താണ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ്. ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് the scientific basis of this technology? The arrangement of nucleotides in the DNA differs in each person. Question number 15. Rearrange the columns B and C according to the information in column A. അപ്പോൾ ഇവിടെ 3 കോളംസ് തന്നിട്ടുണ്ട്. അതിൽ എ കോളത്തിലെ ഡിസീസിൻ്റെ പേര്, ബിയിൽ കോസ്, സിയിൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ അഥവാ സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് എ കോളത്തിലെ ഡിസീസിൻ്റെ പേര് വായിച്ചിട്ട് ബി ആൻഡ് സി കോളത്തിലെ കോസും സിംറ്റംസും കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ കോസ് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. അതിൻ്റെ സിംറ്റംസ് എന്താണ്? കനോട്ട് സീൻ ക്ലിയർലി ഇൻ ദി ഡിം ലൈറ്റ്. അടുത്ത ഡിസീസ് കളർ ബ്ലൈൻഡ്നെസ്. അതിൻ്റെ കോസ് എന്താണ്? ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ്. അതിൻ്റെ സിംറ്റംസ് കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 16. Vaccines develop immunity against specific diseases. Do you agree with this statement? Give reason. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ യെസ് ഓർ നോ എഴുതണം. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അതിൻ്റെ ആൻസർ എന്താണ്? യെസ്. ഗിവ് ദ റീസൺ. വാട്ട് ആർ ദ റീസൺസ്? വാക്സിൻ കണ്ടെയ്ൻ എനി വൺ ഓഫ് ദി ഫോളോയിങ് കമ്പോണൻസ്. ഏതൊക്കെ കമ്പോണൻസ് ആണ് വാക്സിനിലുള്ളത്? അലൈവ് ഓർ ഡെഡ് ഓർ ന്യൂട്രലൈസ്ഡ് ജേംസ്, ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ് ആൻഡ് ഓർ സെല്ലുലാർ പാർട്സ് ഓഫ് ദി പാത്തജൻസ്. These act as antigens and antibodies are formed in the body against them. These antibodies are retained in the body which later on protect the body from the pathogen responsible for the same disease. Question number 17. Observe the figure and answer the questions. അതിൽ ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദ പാർട്സ് ഡിനോട്ടഡ് ആസ് എ ആൻഡ് ബി. ഇവിടെ എ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? മെഡുല്ല. ബി കോർട്ടെക്സ്. ക്വസ്റ്റ്യൻ നമ്പർ ബി, നെയിം ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ. മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന്? എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ. Question number 18. The main concepts of a theory of evolution are given below. Analyze them and answer the questions.
overproduction, struggle for existence, natural selection, origin of new species. Question A. Which theory is mentioned here? ഇവിടെ പറഞ്ഞിരിക്കുന്ന തിയറി ഏതാണ്? The theory of natural selection. Question B. Who proposed this theory? Charles Robert Darwin. Question number 19. Complete the illustration given below. അപ്പോൾ ഇവിടെ ഗ്രോത്ത് ഹോർമോൺ അതിൻ്റെ ഡിസോർഡേഴ്സും സിംറ്റംസും തന്നിട്ടുണ്ട്. അതിൽ ബ്ലാങ്ക്സ് ഉള്ളതൊക്കെ നമ്മളോട് ഫില്ല് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ത് ഡിസോർഡറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ജൈജാൻറ്റിസം. അതിൻ്റെ സിംറ്റമാണ് എക്സസീവ് ഗ്രോത്ത് ഓഫ് ദി ബോഡി. ബി റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിസോർഡർ അക്രോമെഗാലി. അതിൻ്റെ സിംറ്റംസ് എന്താണ്? ഗ്രോത്ത് ഓഫ് ദി ബോൺസ് ഓൺ ദ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. സി ഏത് ഡിസോർഡറാണ്? സി ഡ്വാർഫിസം. അതിൻ്റെ സിംറ്റംസ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് ദി ബോഡി. Question number 20. Some body activities are given below. Arrange them suitably in the given table. Heartbeat increases, trachea contracts, production of saliva increases, peristalsis slows down. അപ്പോൾ ഇതിൽ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, പെരിസ്റ്റോളിസിസ് സ്ലോസ് ഡൗൺ. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്നത് ട്രക്കിയ കോൺട്രാക്ട്സ്, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. Question number 21. Read the statement and answer the questions. One person requires blood for a major surgery. Antigen A and antigen B are identified in his blood. Question number A. Which is the blood group of that person? അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ആണ് ബ്ലഡിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേഴ്സൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? AB ബ്ലഡ് ഗ്രൂപ്പ്. Question number B. Everyone cannot receive blood from all blood groups. Why? The answer is, when a foreign antigen reaches one's blood, it stimulates the defense activity. Then the antigen present in the donor's blood and the antibody in the recipient's blood will react with each other, and this results in the formation of the blood clot. So everyone cannot receive blood from all blood groups. Question number 22. Complete the table showing the determination of sex in human beings. അപ്പോൾ ഇവിടെ ഈ ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സും എക്സും കൂടെ ചേരുമ്പോൾ കുട്ടിയുടെ സെക്സ് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ ഫീമെയിൽ. ഇനി അടുത്ത ബോക്സിൽ എക്സും എക്സും കൂടെ ചേരുമ്പോൾ വീണ്ടും കുട്ടിയുടെ സെക്സ് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ബിയുടെ അവിടെ നമ്മൾ എഴുതേണ്ടത് XX. ഇനി അടുത്ത കോളത്തിൽ എക്സും വൈയും കൂടെ ചേരുമ്പോൾ കുട്ടിയുടെ സെക്സ് മെയിൽ ആയിരിക്കും. സിയുടെ അവിടെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് XY. ആൻഡ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4 is മെയിൽ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. ഒബ്സർവ് ദ ഫിഗർ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ പാർട്സ് ലേബിൾഡ് ആസ് A, B ആൻഡ് C. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോ നീഡ് ഓഫ് ഡ്രോയിങ് ദ ഡയഗ്രാം. ജസ്റ്റ് A, B, C എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പാർട്സിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. സോ പാർട്ട് A ഈസ് സെറിബ്രം. അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, ഇവോക്ക് സെൻസേഷൻ, കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. പാർട്ട് ബി സെറിബെല്ലം, coordinates muscular activities and maintains equilibrium of the body. Part C medulla oblongata, it controls the involuntary actions like heartbeat, breathing, etc. Question number 24. Analyze the hint given in the box and answer the questions. It is caused by the uncontrolled division of cells and their spread to other tissues. Question A. Which disease is mentioned here? Cancer. Question B. What are the causes of this disease? ക്യാൻസറിൻ്റെ കോസസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, റേഡിയേഷൻസ്, വൈറസ് ആൻഡ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. Question number C. Early diagnosis is crucial in the treatment of this disease. Why? The disease may become complicated with the spread of the cancer cell to the other parts of the body through blood and lymph. Question number 25. Rearrange the stages of sensing the smell as flow chart. അപ്പോൾ ഞാനിനി ഇവിടെ കറക്റ്റ് ഓർഡറാണ് പറയാൻ പോകുന്നത്.
First one is aromatic particles enter the nostrils through inhaled air. അടുത്തത് these aromatic particles dissolve in the mucus inside the nostrils, stimulates the olfactory receptors, generate impulses. Impulses reach the brain through the olfactory nerve, and last we experience smell. Question number 26. Prepare a list of concepts to be included in a notice to build awareness on AIDS. Hints: spread any two situations. Do not spread any one situation. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഏതെങ്കിലും രണ്ട് സിറ്റുവേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ലൈക്ക് ഇറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്, ബൈ ഷെയറിംഗ് ദ സിറിഞ്ച് ആൻഡ് നീഡിൽ യൂസ്ഡ് ബൈ ആൻ AIDS പേഷ്യൻറ്റ്, ബൈ റിസീവിംഗ് ബ്ലഡ് ഓർ ഓർഗൻ ഫ്രം ആൻ AIDS പേഷ്യൻറ്റ്. ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി. ഇനി ഡു നോട്ട് സ്പ്രെഡ്: by touch, shaking hands, coughing, sneezing, bites of mosquitoes, house flies, etc. By staying together and sharing food, by using the same toilet, by bathing in the same pond. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. Question number 27. Observe the figure and answer the questions. Question A. Identify the process. Phagocytosis. Question B. Which are the white blood cells responsible for this process? Monocytes and neutrophils. Question C. Identify the stage indicated as A in this figure. Phagocyte engulfs the pathogen in a membrane sac. Question number 28. Complete the flow chart related to the sense of hearing. Sound waves, pinna, auditory canal, tympanum, ear ossicles, oval window, cochlea, hairy cells, impulse, auditory nerve, cerebrum, സെൻസ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് ഇതൊക്കെയാണ്. 1 ഓഡിറ്ററി കനാൽ, 2 ടിംപാനം, 3 ഇയർ ഓസിക്കിൾസ്, 4 കോക്ലിയ, 5 ഓഡിറ്ററി നെർവ്, 6 സെറിബ്രം. Question number 29. Read the statement and answer the questions. Antibiotics are effective medicines even though their regular use creates many side effects. Question A. Are antibiotics effective against all communicable diseases? Why? അതിൻ്റെ ആൻസർ നോ. ആൻറ്റിബയോട്ടിക്സ് ആർ ദ മെഡിസിൻസ് യൂസ്ഡ് ടു റെസിസ്റ്റ് ബാക്ടീരിയൽ ഡിസീസസ്. Question B. Mention any 2 side effects of antibiotics. Regular use develops immunity in pathogen against antibiotics. They destroy useful bacteria in the body. They reduce the quantity of some vitamins in the body. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. മെൻഷൻ എനി 2 സൈഡ് ഇഫക്ട്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏതെങ്കിലും 2 സൈഡ് ഇഫക്ട്സ് എഴുതിയാൽ മതി. Question number 30. Analyze the information given in the box and answer the questions. അതിൽ question A. What is the normal level of calcium in the blood? കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? 9 to 11 mg per 100 ml of the blood. Question B. Which are the hormones indicated as A and B? A calcitoninum, B parathormone. C. How does hormone A reduce the level of calcium in blood? കാൽസിറ്റോണിൻ എങ്ങനെയാണ് ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ റെഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് സ്റ്റോർസ് എക്സസ് കാൽഷ്യം ഫ്രം ദ ബ്ലഡ് ടു ദ ബോൺസ് ആൻഡ് പ്രിവെൻറ്റിംഗ് ദ മിക്സിംഗ് ഓഫ് കാൽഷ്യം ഫ്രം ദി ബോൺസ് ടു ദി ബ്ലഡ്. Question number 31. Make suitable pairs as shown in the model using the information given in box A and B. അപ്പോൾ ഇവിടെ മോഡലായിട്ട് ആസ്ട്രലോപിത്തക്കസ് എഫറൻസിൻ്റെ സ്ലെൻഡർ ബോഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ടുള്ള പെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. Ardipithecus ramidus, the most primitive member of the human race. Homo erectus, ability to stand erect. Homo habilis, made weapons from stones and bone pieces.
Question number 32. Observe the illustration and answer the questions. അതിൽ question A, identify this process. എന്താണ് ഈ പ്രോസസ്സ്? ജീൻ ആക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്. Question B, name A and B. ഇതിൽ A എന്താണ്? റൈബോസോം, B mRNA. Question number C, വാട്ട് ഈസ് ദ റോൾ ഓഫ് ബി ഇൻ ദിസ് പ്രോസസ്സ്? അതായത് mRNAയുടെ റോൾ എന്താണെന്നാണ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. mRNA ക്യാരീസ് ഇൻഫർമേഷൻ എബൌട്ട് പ്രോട്ടീൻ സിന്തസിസ് ഫ്രം ദ DNA ടു ദി റൈബോസോം. Question number 33. Redraw the diagram of neuron. Name and label the parts performing the following functions. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മളോട് ഡയഗ്രാം റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡയഗ്രാം റീഡ്രോ ചെയ്യുന്നതിന് 1 മാർക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയാണേലും നന്നായിട്ട് ഈ ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കണം. ഇനി അതിൽ A, receives impulses from adjacent neuron. ഏത് പാർട്ടാണ് റിസീവിങ് ഇമ്പൾസസ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺ? അതിൻ്റെ ആൻസർ ഡെൻഡ്രൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിൽ ഡെൻഡ്രൈറ്റ് ലേബലും ചെയ്യണം. ബി, ക്യാരീസ് ഇമ്പൾസസ് എവേ ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതിൻ്റെ ആൻസർ ആക്സോൺ. അതും നമ്മൾ ലേബൽ ചെയ്യണം. സി, സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഏതാണ് ആ പാർട്ട്? സിനാപ്റ്റിക് നോബ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രത്തിൽ ഡെൻഡ്രൈറ്റും ആക്സോണും സിനാപ്റ്റിക് നോബും ലേബലും ചെയ്യണം. അതോടൊപ്പം തന്നെ എ എന്ന് ഇട്ടിട്ട് അവിടെ ഡെൻഡ്രൈറ്റ് എന്ന് ആൻസർ എഴുതുക. ബി ആക്സോൺ, സി സിനാപ്റ്റിക് നോബ്. Question number 34. Table showing the blood glucose level of 4 persons is given below. Analyze and answer the questions. A question. Identify the persons having normal glucose level. അപ്പോൾ നമുക്കറിയാം നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ് ബ്ലഡിൽ? 70 to 110 mg/100 ml ആണെന്ന് അറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ടേബിളിൽ നിന്ന് നോർമൽ ഗ്ലൂക്കോസ് ലെവലുള്ളത് ആർക്കൊക്കെയാണ്? പേഴ്സൺ എ ആൻഡ് ഡി. Question B, which person is diabetic? Person B. C question, what is the cause of diabetes? The decreased production of insulin due to the destruction of beta cells and the inability of the cells to utilize the insulin produced. Question D, what are the main symptoms of diabetes? Increased appetite and thirst, frequent urination, and the presence of glucose in urine. Question 35. Hints of 2 diseases are given below. Analyze them and answer the questions. അതിൽ question A, identify the diseases A and B. A, tuberculosis, B, hemophilia. Question B, in the case of disease B, how can a temporary relief be brought in? അതിൻ്റെ ആൻസർ by identifying the deficient protein and injecting it. Question C, name the bacteria that causes disease A. Mycobacterium tuberculosis. Question D, how does the disease A get transmitted from person to person? It is through air. When the patient speaks, coughs or sneezes, the pathogen spreads into the air and enter the body of others. And the last question 36. Observe the diagram and answer the questions. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നോ നീഡ് ഓഫ് ഡ്രോയിങ് ദ ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിൽ ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ പാർട്സ് എ ബി സി ആൻഡ് ഡി. ആ ഡയഗ്രത്തിലെ എ ബി സി ആൻഡ് ഡി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ലേബൽ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് കോർണിയ, ബി ഐറിസ്, സി റെട്ടിന ആൻഡ് ഡി ഒപ്റ്റിക് നെർവ്. എ കോർണിയ, ബി ഐറിസ്, സി റെട്ടിന, ഡി ഒപ്റ്റിക് നെർവ്. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് എ ആൻഡ് ഡി. അപ്പോൾ നമുക്കറിയാം എ കോർണിയ ആണെന്ന് അറിയാം. കോർണിയയുടെ ഫങ്ഷൻ എന്താ? റിഫ്രാക്ട് ലൈറ്റ് റേസ് ടു ദ ഫോക്കസ് ഓൺ ദ റെട്ടിന. ഇനി ഡി എന്തായിരുന്നു? ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവിൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദി ബ്രെയിൻ. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ വരുത്തിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണും അല്ലേ? എക്സാം കഴിഞ്ഞു.
ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇനിയുള്ള എക്സാമിന് ഈ വരുത്തിയ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. സോ ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു റിവിഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.